നമസ്കാരം. KSR ക്ലാസിൻ്റെ 19ാം ഭാഗത്തിലേക്ക് സ്വാഗതം. DAയുടെ ചർച്ചകൾ തുടരുകയാണ്. ഇന്ന് നമ്മൾ കമ്പൽസറി ഹോൾട്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കമ്പൽസറി ഹോൾട്ട് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ അറിയാം. ഹോൾട്ട് ചെയ്യാൻ നിർബന്ധിക്കപ്പെടുകയാണ്. വി ആർ ഫോഴ്സ്ഡ് ടു ഹോൾട്ട്. After fulfilling the official responsibilities at the outstation, and we are preparing to return to our headquarters, but the journey was obstructed by certain unforeseen events. നമ്മുടെ ഒഫീഷ്യൽ കാര്യങ്ങൾ കഴിഞ്ഞു, നമുക്ക് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. എ ഫ്ലഡ് or a landslide, any natural calamities, or a riot, or a law and order situation created outside. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. We are not in a position to return from the outstation. ട്രാഫിക് ഇല്ല, വാഹനങ്ങളില്ല, ഒരു പാനിക് കണ്ടീഷനാണ്. അപ്പോൾ under such a situation we are forced to halt at that station. That may not be the actual outstation that we went as a part of our duty. On the way ആവാൻ വേണമെങ്കിൽ ഓൺ ദ വേ നമ്മൾ റിട്ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഴിയിൽ വെച്ചാൽ ഇങ്ങനെ പ്രശ്നം വന്നത്. അവിടെ നമുക്ക് ഹോൾട്ട് ചെയ്യേണ്ടി വന്നു, വഴിയിൽ വെച്ച്. അതല്ലെങ്കിൽ നമ്മൾ ഔട്ട് സ്റ്റേഷനിൽ വെച്ചാവാം. എവിടെ വെച്ചാണെങ്കിലും, എവിടെ വെച്ചാൽ മുൻകൂട്ടി പറയാൻ പറ്റില്ല. അൺഫോർസീൻ ഇൻസിഡൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ സ്റ്റേഷനിൽ നമുക്ക് ഹോൾട്ട് ചെയ്യേണ്ടി വന്നാൽ അതിനെയാണ് നമ്മൾ കമ്പൽസറി ഹോൾട്ട് എന്ന് പറയുന്നത്. ഈ കമ്പൽസറി ഹോൾട്ടിന് DA കിട്ടുമോ? അതാണ് ചോദ്യം. നമ്മൾ ഇഷ്ടത്തിൽ ഇറങ്ങി ഹോൾട്ട് ചെയ്തതല്ലല്ലോ, ഹോൾട്ട് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പൽസറി ഹോൾട്ട്, ഒരു ഫോഴ്സ്ഡ് ഹോൾട്ട്, ഒരു ഇൻഡ്യൂസ്ഡ് ഹോൾട്ട് വന്നാൽ എന്തു ചെയ്യും? ഫോർ ദ ഫസ്റ്റ് ഡേ ഓഫ് സച്ച് കമ്പൽസറി ഹോൾട്ട്, നോ അഡീഷണൽ DA. ആദ്യത്തെ ദിവസത്തെ കമ്പൽസറി ഹോൾട്ടിന് ഒന്നും അഡീഷണൽ ആയിട്ട് കിട്ടില്ല. ആൻഡ് ഇഫ് ദ കമ്പൽസറി ഹോൾട്ട് ഓർ ദ ഫോഴ്സ്ഡ് ഹോൾട്ട് കണ്ടിന്യൂസ് ഫോർ ഫർദർ മോർ ഡേയ്സ്, then after the first day of compulsory halt, for the remaining number of days 3/4 DA shall be given. 75% DA കിട്ടും. നിങ്ങൾ ഏതാണോ ഗ്രേഡ്, ആ ഗ്രേഡ് DA എന്താണോ അതിൻ്റെ 75% കിട്ടും. എങ്ങനെയാണെങ്കിൽ ഈ കമ്പൽസറി ഹോൾട്ടിൽ പെട്ടുപോയാൽ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കമ്പൽസറി ഹോൾട്ട്, an officer is forced to halt at a station for 5 days, whether he is eligible for additional DA, and if it is, what would be the number of DA. 5 ദിവസം ഒരാൾ ഒരു ഫോഴ്സ്ഡ് ഹോൾട്ടിൽ പെട്ടു, അദ്ദേഹത്തിന് DA കിട്ടുമോ? കിട്ടുകയാണെങ്കിൽ എങ്ങനെ? എന്താ എഴുതുക? കിട്ടും. 5 ദിവസമാണ് ഹോൾട്ടിൽ പെട്ടത്, കമ്പൽസറി ഹോൾട്ടിൽ പെട്ടത്. ആദ്യത്തെ ദിവസത്തിന് ഇല്ല, ബാക്കി 4 days ആണ്. ആ 4 daysന് ഓരോ ദിവസവും 75% വെച്ച് കിട്ടും. അപ്പം 4 ദിവസത്തിന് എത്ര DA കിട്ടും? 4 ദിവസത്തിന് 3 DA കിട്ടും. നമ്പർ ഓഫ് DA ചോദിച്ചുള്ളൂ, 3 DAs. ഫസ്റ്റ് ഡേ 3/4, സെക്കൻഡ് ഡേ അനദർ 3/4. അപ്പോൾ എത്രയായി? 1.5 DA ആയി. അനദർ 1.5 DA ഫോർ ദ റിമൈനിങ് 2 days. സോ 3 DA. 3 DA ആണ് കിട്ടുക. ഫസ്റ്റ് ഡേ ഓഫ് ഹോൾട്ട് ഒന്നും കിട്ടില്ല. 5 ദിവസമാണ്. ആദ്യത്തെ ദിവസം ഒന്നും കിട്ടിയില്ല. തുടർന്ന് വരുന്ന 4 ദിവസങ്ങളിൽ ഫസ്റ്റ് ഡേക്ക് 3/4, സെക്കൻഡ് ഡേക്ക് 3/4, തേർഡ് ഡേക്ക് 3/4, ഫോർത്ത് ഡേക്കും 3/4. 3/4 × 3 നമുക്ക് 3 ആണ് കിട്ടുക. 3 DA ആണ് കിട്ടുക. 3 DA എലിജിബിൾ ഫോർ 3 DA. ഒരു വർഷം വന്ന ക്വസ്റ്റ്യൻ ആണ്. എമൗണ്ട് അല്ല DAയിൽ മിക്കവാറും എമൗണ്ട് അല്ല ചോദിക്കുക. കാരണം ചിലപ്പോൾ ഓഫീസറുടെ ഗ്രേഡൊന്നും പറഞ്ഞോണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്താ അറിയേണ്ടത്? എത്ര DA കൊടുക്കാൻ പറ്റും എന്നേ അറിയേണ്ടത്. എത്ര DA ഗ്രേഡ് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കും വാട്ട് വുഡ് ബി ദ എമൗണ്ട് ഓഫ് DA എന്ന് ചോദിക്കും. ഗ്രേഡ് പറയാതെയാണെങ്കിൽ ചോദിക്കും ഹൗ മെനി DA
എത്ര ഡി എ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പറയാം 1 DA 1.5 DA കണക്കിന് അതിനനുസരിച്ച് നമുക്ക് ഡി എയുടെ നമ്പർ കണക്കാക്കി പറയാം. അതാണ് കമ്പൽസറി ഹോൾട്ട്, അല്ലെങ്കിൽ നമ്മളതിനെ എൻഫോഴ്സ്ഡ് ഹോൾട്ട് എന്നും പറയും. ഇമ്പോസ്ഡ് ഹോൾട്ട്, എൻഫോഴ്സ്ഡ് ഹോൾട്ട്, കമ്പൽസറി ഹോൾട്ട് എന്നൊക്കെ അതിനെ പറയും. എന്ത് പറഞ്ഞാലും സംഭവം ഇതാണ്, നമ്മൾ ഒഫീഷ്യൽ ഡ്യൂട്ടി കഴിഞ്ഞു, പക്ഷേ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ ഫോഴ്സ് ചെയ്യപ്പെട്ടു താമസിക്കാൻ. ദറ്റ് ഈസ് കമ്പൽസറി ഹോൾട്ട്. അപ്പോൾ കമ്പൽസറി ഹോൾട്ടും ഡി എയും തമ്മിലുള്ള ബന്ധമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നമ്മളിനി കണ്ടിന്യൂറ്റി ഓഫ് ഹോൾട്ടിനെ ബാധിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കണ്ടിന്യൂറ്റി ഓഫ് ഹോൾട്ട്, ഇത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. കണ്ടിന്യൂറ്റി ഓഫ് ഹോൾട്ട് നമ്മളിപ്പോൾ പറഞ്ഞു, ആദ്യത്തെ 10 ദിവസമാണ് ഫുൾ ഡി എ, അടുത്ത 20 ദിവസത്തിന് 3/4 ഡി എ, അടുത്ത 60 ദിവസത്തിന് ഹാഫ് ഡി എ. നമ്മൾ ആദ്യം പറയുന്നത് ഈ നമ്മുടെ ഈ ഹോട്ടലിടയ്ക്ക് ഹോൾട്ടാണല്ലോ നമ്മൾ ഇപ്പോൾ ഔട്ട്സൈഡ് ദ ഓഫീസാണ്, നമ്മുടെ ഓഫീസിലല്ലല്ലോ, ഒരു ഔട്ട് സ്റ്റേഷനിൽ ഹോൾട്ട് ചെയ്യാണല്ലോ. ഈ ഹോൾട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഹോളിഡേയ്സ് വരാം, നമുക്ക് ചിലപ്പോൾ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ലീവ് എടുക്കേണ്ടി വന്നേക്കാം. അതൊക്കെ ഈ ഡി എനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണല്ലോ. ഫസ്റ്റ് 10 days ഓഫ് ഹോൾട്ടിൽ 2 ഹോളിഡേയ്സ് വരുന്നുണ്ട്. ആ ഹോളിഡേയ്സിൽ അതിൽ ഡി എ ആ 2 ദിവസം മൈനസ് ചെയ്യുമോ മൈനസ് ചെയ്യില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് 10 days 2 ഹോളിഡേയ്സ് വരുന്നുണ്ടെങ്കിൽ ആ 2 ഹോളിഡേയ്സ് ഒഴിച്ചു നിർത്തി ഫസ്റ്റ് 12 days -2 ഹോളിഡേ, അങ്ങനെ 10 ദിവസത്തേക്ക് ഫുൾ ഡി എ കൊടുക്കുമോ? അങ്ങനെ അല്ല അത് കണക്കാക്കുക. ആദ്യത്തെ 10 ദിവസം എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ 10 ദിവസം തന്നെയാണ്. അതിൽ ഹോളിഡേയ്സ് വന്നു, നിങ്ങൾ ആ ഹോളിഡേ അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടി എ ബില്ലിൽ നിങ്ങൾ എഴുതി കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തും എഴുതി കൊടുക്കാമെന്നല്ല, നിങ്ങൾ സത്യപ്രസ്താവനയാണ് സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. അത് കളവാണെന്ന് തെളിഞ്ഞാൽ ഒഫീഷ്യൽ ആക്ഷൻസ്, ഔദ്യോഗിക നടപടികൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പറയുകയാണ് അവൈൽഡ് ഹോളിഡേ, നിങ്ങൾ ആ ഹോളിഡേ അവൈൽ ചെയ്തു, നിങ്ങൾ ഹോളിഡേ അവൈൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ഹോളിഡേ നിങ്ങൾ എടുത്തു, നിങ്ങൾ അത് ഡ്യൂട്ടിക്ക് പോയില്ല, നിങ്ങൾ ലീവാക്കിയെന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ 2 ഹോളിഡേയ്സ് ഫസ്റ്റ് 10 days വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഫുൾ ഡി എ എത്ര ദിവസമായി കിട്ടുള്ളൂ? 8 ദിവസങ്ങളിലേക്കുള്ള ഫുൾ ഡി എ കിട്ടുള്ളൂ. ബാക്കി 2 ദിവസം തുടർന്ന് വരുന്ന 20 ദിവസത്തെ എടുക്കില്ല എന്നർത്ഥം. തുടർന്ന് വരുന്ന 20 ദിവസം, ആ 20 ദിവസം വേറെ സ്ട്രക്ചർ ആയിട്ട് തന്നെയാണ് കൊടുക്കുക. ഫസ്റ്റ് 10 days ഇഫ് ദ ഓഫീസർ അവൈൽഡ് എനി ഹോളിഡേ ഓർ ഇഫ് ദ ഓഫീസർ ടുക്ക് എനി ലീവ്, പേഴ്സണൽ അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫസ്റ്റ് 10 നിന്ന് കഴിയും. ഇന്ന് ബാക്കി എത്ര ഉണ്ടോ അത്രയും ദിവസങ്ങൾക്കാണ് ഫുൾ ഡി എ, ഫുൾ റേറ്റിൽ ഡി എ കണക്കാക്കുക. ഇനി നമ്മൾ ഈ ഹോളിഡേ അവൈൽ ചെയ്തതോ ലീവ് എടുത്തതോ നെക്സ്റ്റ് 20 days എന്നാണെങ്കിൽ മൊത്തം ഇയാൾ ഒരു 20 days അല്ല, മൊത്തം ഇദ്ദേഹം ഒരു 25 days ഹോൾട്ട് ചെയ്തു. ഇദ്ദേഹം ഒരു 25 days ഹോൾട്ട് ചെയ്തു. ആ 25 daysനിടയ്ക്ക് 5th ഡേയും 16th ഡേയും അദ്ദേഹം ലീവായിരുന്നു. 6th ഡേയും 16th ഡേയും 6-ാം ദിവസവും 16-ാം ദിവസവും അദ്ദേഹം ലീവ് എടുത്തു. അദ്ദേഹത്തിന് എത്ര ഫുൾ ഡി എ കിട്ടും, എത്ര 3/4 ഡി എ കിട്ടും? ചോദ്യം വരാറുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ഹോൾട്ട് ഈസ് 25 days. അതിൽ 6-ാമത്തെ ദിവസവും 16-ാമത്തെ ദിവസവും അദ്ദേഹം ലീവായിരുന്നു. അപ്പോൾ 23 ദിവസമാണ് ടോട്ടൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. 23 ദിവസം. ആ 23-ൽ ആദ്യത്തെ 10 ഫുള്ളും ബാക്കിയുള്ള 13-ന് 3/4 കൊടുക്കാൻ പാടില്ല. അതാ പറഞ്ഞു വരുന്നത്. ആദ്യത്തെ 10-ൽ ഒരു ദിവസം അദ്ദേഹം ലീവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് 9 ഫുൾ ഡി എ. തുടർന്ന് വരുന്ന 20 മൊത്തം 25 ദിവസമല്ലേ ഉള്ളൂ. തുടർന്ന് വരുന്ന 15-ൽ ഒരു ദിവസം അദ്ദേഹം വീണ്ടും ലീവായിരുന്നു. അപ്പോൾ 14 ദിവസത്തേക്ക് 3/4 ഡി എയും 9 ദിവസത്തേക്ക് ഫുൾ ഡി എയും ആണ് അദ്ദേഹത്തിൻ്റെ റൈറ്റ്, എലിജിബിലിറ്റി. ആ 25 days ഓഫ് ഹോൾട്ടിൽ ഇൻ ബിറ്റ്വീൻ അദ്ദേഹം എടുത്ത ലീവ്, അദ്ദേഹം അവൈൽ ചെയ്ത ഹോളിഡേയ്സ്, അതൊക്കെ ഏത് എന്താ പറയുക പോർഷനിലാണോ എടുത്തത് ആ പോർഷനിലെ ഡി എ ആണ് കട്ടാവുക. അല്ലാതെ ടോട്ടൽ ഹോൾട്ടിൽ നിന്ന്
ടോട്ടൽ ഹോളിഡേയ്സോ ലീവോ മൈനസ് ചെയ്ത് പിന്നെ കിട്ടുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എന്താണോ അതിലെ ആദ്യത്തെ 10 ഫുൾ ഡി എ അങ്ങനെ ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യരുത്. അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡി എ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞത്. ഇനി പറയുന്നത് ഈ ഹോൾട്ടിൻ്റെ കണ്ടിന്യൂറ്റി. ഇപ്പോൾ പറഞ്ഞല്ലോ ഫസ്റ്റ് 10 days, നെക്സ്റ്റ് 20 days എന്നൊക്കെ പറഞ്ഞല്ലോ. നമുക്കതൊരു എക്സാമ്പിളോടുകൂടി പറയാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഓഡിറ്റ് വിങ് തൃശ്ശൂർ, കോഴിക്കോട് 2 ജില്ലകളുടെ ചില ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ജില്ലാ ഓഫീസുകൾ ഓഡിറ്റ് ചെയ്യാനായിട്ട് പുറപ്പെട്ടു. ഒരു 1 month ടൂറാണ് ആ പ്രോഗ്രാം. തൃശ്ശൂർ, കോഴിക്കോടുള്ള ചില ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ജില്ലാ ഓഫീസുകൾ ഇൻസ്പെക്ട് ചെയ്യാനായി ഫൈനാൻസ് വിങ്ങിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ വിങ് അവിടുന്ന് പുറപ്പെട്ടു. അവർ തൃശ്ശൂരെത്തി. ഏതെങ്കിലും ഒരു മാസം 1-ാം തീയതി എത്തി എന്ന് കരുതുക. നമുക്ക് ഡേറ്റ് ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് 1 എന്ന് പറഞ്ഞത്. 1-ാം തീയതി അവിടെ എത്തി. കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിസ്ട്രിക്ട് ഹെഡ് ഓഫീസിൽ ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 7 ദിവസം കഴിഞ്ഞപ്പോൾ അവർ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോയി. ഇൻസ്പെക്ഷൻ്റെ കോഴിക്കോടും ഇൻസ്പെക്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ പ്രാരംഭ നടപടികൾക്ക് വേണ്ടി കോഴിക്കോട്ടേക്ക് പോയി. 7 ദിവസം ഇവിടെ ഇൻസ്പെക്ഷൻ നടത്തി. അത് കഴിഞ്ഞ് കോഴിക്കോട് പോയി. 7-ാം തീയതി വൈകുന്നേരം കോഴിക്കോട് പോയി. 8, 9, 10 3 ദിവസങ്ങളിൽ അവർ കോഴിക്കോടാണ് ഹോൾട്ട് ചെയ്തത്. 11-ാം തീയതി വീണ്ടും അവർ തൃശ്ശൂർ വന്നു. ശ്രദ്ധിക്കണം നിങ്ങൾ, 11-ാം തീയതി വീണ്ടും അവർ തൃശ്ശൂർ വന്നു. 11 തൊട്ട് 18-ാം തീയതി വരെ അവർ തൃശ്ശൂർ ഹോൾട്ട് ചെയ്തു. 18-ാം തീയതി വൈകുന്നേരം അവർ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോയി. തിരുവനന്തപുരത്തേക്കോ കോഴിക്കോട്ടേക്കോ ആ പോക്ക് നമുക്ക് പ്രശ്നമല്ല. നമ്മൾ തൃശ്ശൂരത്തെ ഹോൾട്ടാണ് പറയുന്നത്. 18-ാം തീയതി വൈകുന്നേരം തൃശ്ശൂർക്ക് പോയി. അല്ല, തൃശ്ശൂരിൽ നിന്ന് പോയി. അപ്പോൾ എന്താണ് അവരുടെ ടൂർ എങ്ങനെയായിരുന്നു? 1 to 7 തൃശ്ശൂർ, 8, 9, 10 കോഴിക്കോട്, 11 to 18 വീണ്ടും തൃശ്ശൂർ. അങ്ങനെ വരുമ്പോൾ അവരുടെ തൃശ്ശൂർ ടി എ, തൃശ്ശൂർ ഹോൾട്ടിന് അവരുടെ ടി എ എങ്ങനെ കണക്കാക്കും? ഒരു പ്രാവശ്യം വന്ന ക്വസ്റ്റ്യനാണ്. തൃശ്ശൂർ ടി എ എങ്ങനെ കണക്കാക്കും? കോഴിക്കോട് ടി എ ചോദിച്ചിട്ടില്ല. തൃശ്ശൂർ ടി എ എങ്ങനെ കണക്കാക്കും? ഇപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് 1-ാം തീയതി തൊട്ട് 7-ാം തീയതി വരെ 7 ഫുൾ ഡേ. അത് കഴിഞ്ഞ് 11 തൊട്ട് 18 വരെ എത്ര ദിവസമാണ്? 11, 12, 13, 14, 15, 16, 17, 18 8 ദിവസം. 11 to 18 8 ദിവസം. ഈ നമ്പർ ഓഫ് ഡേയ്സ് ഒക്കെ വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട് കേട്ടോ. അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി പോകും. അതുകൊണ്ടാണ് 11 to 18 8 ദിവസം, ആദ്യത്തെ 7 ദിവസം. ടോട്ടൽ ഹോൾട്ട് എത്രയാണ് അപ്പോൾ? 15 ദിവസം. തൃശ്ശൂരത്തെ ഹോൾട്ട് ടോട്ടൽ 15 ദിവസം. ഈ 15 ദിവസത്തിന് അവർക്ക് എങ്ങനെയാണ് ഡി എ കൊടുക്കുക? ഏത് കണക്കിലാണ് ഡി എ കൊടുക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഫസ്റ്റ് 10 ഡേയ്സിൽ ഫുൾ ഡി എ ആണോ, സെക്കൻഡ് 5 ഡേയ്സിൽ ഹാഫ് ഡി 3/4 ഡി എ ആണോ കൊടുക്കുക? അതോ മറ്റേതെങ്കിലും രീതിയാണോ ഇവിടെ അവലംബിക്കേണ്ടത്? നമ്മൾ ആദ്യം പറഞ്ഞ രീതിക്ക് ഫസ്റ്റ് 10 ഡേയ്സിൽ ഫുൾ ഡി എയും നെക്സ്റ്റ് 5 ഡേയ്സിൽ 3/4 കൊടുക്കേണ്ടിയിരുന്നത് ഇഫ് ദ ഹോൾട്ട് ഈസ് കണ്ടിന്യൂസ്. തൃശ്ശൂരത്തെ ഹോൾട്ട് 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഹോൾട്ട് ചെയ്യുകയായിരുന്നെങ്കിൽ അങ്ങനെയാണ് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ദ ഹോൾട്ട് ഈസ് ഡിസ്റ്റർബ്ഡ്, ഹോൾട്ട് ഈസ് ഡിസ്കണ്ടിന്യൂഡ്. എവിടെ? അറ്റ് തൃശ്ശൂർ 1 to 7. 7 കഴിഞ്ഞപ്പോൾ ആ ഹോൾട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നെ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് എന്നാ 11-ാം തീയതി. അവിടെ ഒരു പുതിയ നിയമം നമ്മൾ പഠിക്കുന്നു. ഒരു സ്റ്റേഷനിലെ ഹോൾട്ട് 3 കോൺസിക്യൂട്ടീവ് നൈറ്റ്സിൽ അവിടെ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ, ആ സ്റ്റേഷനിൽ നിന്ന് മാറി മറ്റൊരു സ്റ്റേഷനിലേക്ക് പോയി തിരിച്ച് വീണ്ടും അവിടെ തന്നെ വരികയാണെങ്കിൽ അത് ഒരു പുതിയ ഹോൾട്ടായിട്ട് പരിഗണിക്കണം എന്നാണ്. അതൊരു ഫ്രഷ് ഹോൾട്ടായിട്ട് പരിഗണിക്കണം എന്നാണ് നിയമം പറയുന്നത്.
കണ്ടിന്യൂറ്റി പോയി. ഹോൾട്ടിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു. 15 ദിവസത്തെ കണ്ടിന്യൂസ് ഹോൾട്ട് അല്ലാതെ 7-ാം തീയതി നഷ്ടപ്പെട്ട കണ്ടിന്യൂറ്റി, പിന്നെ 11-ാം തീയതി പുതുതായിട്ട് വന്നത്, അത് പുതിയൊരു ഹോൾട്ടായിട്ടാണ് കണക്കാക്കിയത്. അപ്പോൾ 1 തൊട്ട് 7 വരെ ഉള്ള ഹോൾട്ട് ഒരു ഹോൾട്ട്, 11 തൊട്ട് 18 വരെയുള്ള ഹോൾട്ട് മറ്റൊരു ഹോൾട്ട്. അപ്പോൾ ഈ 2 ഹോൾട്ടുകൾക്കും എന്ത് കൊടുക്കണം? ഫുൾ DA കൊടുക്കണം. ഫുൾ DA. ആദ്യത്തെ 7 ദിവസത്തിനും ഫുൾ DA കൊടുക്കണം, രണ്ടാമത്തെ 8 ദിവസത്തിനും ഫുൾ DA കൊടുക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കേണ്ടി വന്നത്? ബിക്കോസ് ദ ഹോൾട്ട് ഈസ് ഡിസ്കണ്ടിന്യൂഡ് ബൈ 3 days. 3 ദിവസം. ആ ഡിസ്കണ്ടിന്യൂറ്റി കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. ആ ഡിസ്കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞാൽ അത് തൊട്ടപ്പുറത്തെ ഓഫീസിൽ പോയി ഇരുന്നാൽ പോരാ. തൃശ്ശൂർ തന്നെയുള്ള മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഓഫീസിൽ പോയിരുന്നാൽ പോരാ. ഈ തൃശ്ശൂർ എവിടെയാണോ ഇവർ ഹോൾട്ട് ചെയ്തിരുന്നത്, ഇവർ ഇൻസ്പെക്ഷൻ നടത്തിയിരുന്നത്, ആ പോയിന്റിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു ഓഫീസിൽ വേണം. തൃശ്ശൂരിൽ തന്നെയുള്ള ഈ ഓഫീസിന്റെ 8 കിലോമീറ്റർ ചുറ്റളവിലുള്ള മറ്റൊരു ഓഫീസിലാണ് ഈ 3 ദിവസം പോയിരുന്നതെങ്കിൽ അതും തൃശ്ശൂരത്തെ ഹോൾട്ട് തന്നെയായി കണക്കാക്കും. അവിടെ ഡിസ്കണ്ടിന്യൂറ്റി സംഭവിച്ചിട്ടില്ല. ഹോൾട്ടിന് ഡിസ്കണ്ടിന്യൂറ്റി സംഭവിച്ചിട്ടില്ല. ആ ഓഫീസിൽ ഡിസ്കണ്ടിന്യൂ സംഭവിച്ചെങ്കിലും തൃശ്ശൂർ എന്നുള്ള പ്രദേശത്തെ ഹോൾട്ടിന് ഡിസ്കണ്ടിന്യൂറ്റി സംഭവിച്ചിട്ടില്ല. സംഭവിക്കണമെങ്കിൽ അവിടെ നിന്ന് 8 കിലോമീറ്റർ എങ്കിലും അകലെയുള്ള മറ്റൊരു ഔട്ട് സ്റ്റേഷനിൽ പോകണം. ഇവിടെ അങ്ങനെ അല്ല ഉണ്ടായത്. ഇവിടെ 8 കിലോമീറ്റർ അപ്പുറത്തേക്കേ അവർ പോയി, കോഴിക്കോട് പോയി. അപ്പോൾ അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഈ ഡിസ്കണ്ടിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഓഫീസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബെനിഫിഷ്യലാണ്. ഇതൊരു നെഗറ്റീവായിട്ടല്ല നമ്മൾ പറയുന്നത്. ഓഫീസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബെനിഫിഷ്യലാണ്. 15 ദിവസം ചെയ്യാനുള്ള ഡ്യൂട്ടി ഉള്ളൂ തൃശ്ശൂർ. അത് 15 ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്തിട്ട് കോഴിക്കോട് പോയ പോരെ? അങ്ങനെ പോവുമായിരുന്നെങ്കിൽ ആദ്യത്തെ 10 ദിവസത്തിനെ ഫുൾ DA കിട്ടുമായിരുന്നുള്ളൂ. നെക്സ്റ്റ് 5 days 3/4 കിട്ടുള്ളൂ. ഇടയ്ക്ക് ഡിസ്കണ്ടിന്യൂ വന്നുകൊണ്ടാണ് 3 ദിവസം ഡിസ്കണ്ടിന്യൂ ചെയ്തു. അതുകൊണ്ടാണ് എന്തായത്? ഇങ്ങനെ ഫസ്റ്റ് 10 days എന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് രണ്ടും 2 വ്യത്യസ്ത ഹോൾട്ടുകളാണ്. ഒന്നാമത്തെ ഹോൾട്ട് 7 ദിവസം, രണ്ടാമത്തെ ഹോൾട്ട് 8 ദിവസം. രണ്ടിനും ഫുൾ DA കൊടുത്തു. അപ്പോൾ എന്താ പറയുന്നത്? ഹോൾട്ടിൻ്റെ കണ്ടിന്യൂറ്റി ഡിസ്റ്റർബ്ഡ് ആവും. എങ്ങനെയാണെങ്കിൽ ഇഫ് ദ ഓഫീസർ ഈസ് എവേ ഫ്രം ദ ഫസ്റ്റ് ഔട്ട് സ്റ്റേഷൻ ടു ദ സെക്കൻഡ് ഔട്ട് സ്റ്റേഷൻ വിച്ച് ഈസ് at least 8 kilometers away from the first outstation for a minimum 3 continuous days. അതാണ് ഒരു ഔട്ട് സ്റ്റേഷനിൽ നിന്ന്, ഫസ്റ്റ് ഔട്ട് സ്റ്റേഷനിൽ നിന്ന് സെക്കൻഡ് ഔട്ട് സ്റ്റേഷനിലേക്ക്. അതെങ്ങനെയുള്ള ഔട്ട് സ്റ്റേഷൻ ആവണം? മിനിമം 8 കിലോമീറ്റർ എങ്കിലും അകലെയുള്ള ഒരു ഔട്ട് സ്റ്റേഷനിലേക്ക് 3 ദിവസമെങ്കിലും മാറി നിന്നാൽ ഇവിടുത്തെ ഫസ്റ്റ് ഔട്ട് സ്റ്റേഷനിലെ ഫസ്റ്റ് ഹോൾട്ട് കഴിഞ്ഞു. പിന്നെ രണ്ടാമത് വന്നാൽ അത് സെക്കൻഡ് ഹോൾട്ടാണ്. ഒരേ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഹോൾട്ട് തന്നെയാണ് നടന്നത്. പക്ഷെ ഹോൾട്ടിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ രണ്ടും 2 ഹോൾട്ടാണ്. രണ്ടും 2 ഹോൾട്ടായി പരിഗണിക്കും. അപ്പോൾ അവിടെ ഈ നിലയ്ക്കാണ് അതിൻ്റെ റേറ്റ് കണക്കാക്കുക. അതാണ് ഡിസ്കണ്ടിന്യൂറ്റി. ഹോൾട്ട്, കണ്ടിന്യൂറ്റി ഓഫ് ഹോൾട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ്, അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. രണ്ട് കാര്യമേ പറയാനുള്ളൂ. ഇങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത്, ഹോൾട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് എങ്ങോട്ട് പോകണം? 8 കിലോമീറ്റർ എങ്കിലും അപ്പുറത്ത് പോകണം. 3 ദിവസമെങ്കിലും അവിടെ നിൽക്കണം. 3 ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചിങ്ങോട്ട് വരാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടാമത് വരുമ്പോൾ അത് പുതിയ ഹോൾട്ടായി പരിഗണിക്കും. രണ്ടിനും ഒരേ രീതിയിൽ ആദ്യത്തെ 10 ദിവസം, നെക്സ്റ്റ് 20 days അങ്ങനെയുള്ള രീതിയിൽ കണക്കാക്കണം. അതാണ് കണ്ടിന്യൂറ്റി ഓഫ് ഹോൾട്ട് എന്ന ഭാഗവുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാനുള്ളത്. ഇനി ഈ DA റേറ്റ് മാറാവുന്ന മറ്റൊരു സന്ദർഭമാണ് യാത്രയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിലപ്പോൾ ഫ്രീ അക്കോമഡേഷൻ ഉണ്ടാവും, ഫ്രീ ഫുഡ് ഉണ്ടാവും. ചിലപ്പോൾ ഫ്രീ ഫുഡും അക്കോമഡേഷനും തരും. ഇപ്പോൾ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ കിലയിൽ വെച്ചിട്ട് ട്രെയിനിങ് ഒക്കെ നടക്കുമ്പോൾ അവിടെ പലപ്പോഴും അക്കോമഡേഷനും ഫുഡും ഫ്രീ ആണ്. അങ്ങനെ ഫുഡും അക്കോമഡേഷനും ചിലപ്പോൾ രണ്ടും ഫ്രീ ആവും. ചിലപ്പോൾ ഫുഡ് മാത്രമേ ഫ്രീ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അക്കോമഡേഷൻ മാത്രമേ ഫ്രീ ഉണ്ടാവുള്ളൂ. ഇതെങ്ങനെ ഫ്രീ ആണെങ്കിലും ഇതിനൊക്കെ ബേസിൽ DAയുടെ റേറ്റ് മാറും. നമുക്ക് എങ്ങനെയാണ് നോക്കുക? ഫുഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫുഡ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഹാഫ് ഓഫ് ദ DA പിന്നെ ബാക്കി കിട്ടുള്ളൂ. ഫുഡ് അവിടെ നിങ്ങൾ എവിടെയാണോ ഹൗസ് സ്റ്റേഷനിൽ പോകുന്നത് അവിടെ നിങ്ങൾക്ക് 3 നേരം ഫുഡ് ഉണ്ട്. നിങ്ങൾ എത്രയാണോ അവിടെ ഹോൾട്ട് ചെയ്യുന്നത് ആ സമയത്ത് ഫുഡ് അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ DAയുടെ എലിജിബിലിറ്റി ഹാഫാണ്. ഹാഫ് DA നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി ഫുഡ് അവിടെ എലിജിബിൾ അല്ല, ഫുഡ് അവിടെ അറേഞ്ച് ചെയ്തിട്ടില്ല, പകരം അക്കോമഡേഷൻ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അക്കോമഡേഷൻ ഉണ്ടെങ്കിൽ അവിടെ അത് 2/3 ആണ്. 2/3 നമ്മൾ പുതിയ ഫ്രാക്ഷനാണ് പഠിക്കുന്നത്. 2/3 3/4 അല്ല, 2/3 3ൽ 2 ഭാഗം. DAയുടെ 3ൽ 2 ഭാഗം ആണ് എന്ത്? അക്കോമഡേഷൻ ഫ്രീ ആണ്. ഫുഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ അക്കോമഡേഷനെ നമ്മൾ ലോഡ്ജിങ് എന്നും കൂടി പറയും. ലോഡ്ജിങ് ഫ്രീ ആണ്, പക്ഷേ ഫുഡില്ല. അങ്ങനെയാണെങ്കിൽ 2/3 ആണ് എലിജിബിൾ DA. ഇനി ഫുഡും അക്കോമഡേഷനും ഫ്രീ ആണ്. ഫുഡും ഉണ്ട്, താമസവും ഉണ്ട്, രണ്ടും ഫ്രീ ആണ്. അങ്ങനെയാണെങ്കിൽ ശരിക്കും നമുക്ക് DAയുടെ എലിജിബിലിറ്റിയെ ഇല്ലെങ്കിലും അവിടെ ഒരു 1/4 കാൽഭാഗം 1/4 DA നിങ്ങൾക്ക് കിട്ടും. ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വരാറുള്ള മേഖലയാണ്. ഇതൊക്കെ DAയുടെ പ്രധാനപ്പെട്ട മേഖല. ഇതൊക്കെ അറിഞ്ഞാലേ നമുക്ക് ഒരാളുടെ TA എഴുതി കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് പഠിക്കുന്ന അതിനു വേണ്ടി, എക്സാമിന് വേണ്ടി മാത്രമല്ലോ. നമ്മൾ ഔദ്യോഗിക ജീവിതത്തിൽ ഇത് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നറിയണമല്ലോ. TA ബില്ല് എഴുതുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അറിയണം. അതിനുവേണ്ടി അതൊക്കെ പഠിക്കണത് ശരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഫുഡ് ഫ്രീ ആണെങ്കിൽ എത്രയാ? ഹാഫ് DA മാത്രമേ കിട്ടുള്ളൂ. ഫുഡ് ഫ്രീ ഇല്ല, അക്കോമഡേഷൻ ആണ് ഫ്രീ, ലോഡ്ജിങ് ആണ് ഫ്രീ ഉള്ളത്. അപ്പോൾ 2/3 കിട്ടും. ഫുഡും അക്കോമഡേഷനും ബോർഡിങ്ങും ലോഡ്ജിങ്ങും ഫ്രീ ആണ്. അപ്പോൾ 1/4 കിട്ടുള്ളൂ. 1/4 ഈ റേറ്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. അതാണ് DAയുടെ റേറ്റിൽ വരുന്ന വ്യത്യാസം വരുന്ന വേറൊരു സന്ദർഭം. ഇനിയുണ്ട് DAയുടെ റേറ്റിൽ വ്യത്യാസ സന്ദർഭങ്ങൾ. അതെന്താ നോക്കാം നമുക്ക്. ജേണി ത്രൂ ഹിൽ ട്രാക്സ് എന്ന് പറഞ്ഞാൽ ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള യാത്ര. നമ്മുടെ കേരളത്തിലെ ഹിൽ ട്രാക്സിനെ ഗ്രേഡ് 1 ഹിൽ ട്രാക്സ് എന്നും ഗ്രേഡ് 2 ഹിൽ ട്രാക്സ് എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട് നാഷണൽ ഹൈവേ നോട്ടിഫിക്കേഷൻ പ്രകാരം. അത് അതിൻ്റെ സ്റ്റീപ്നെസ്സിൻ്റെ അനുസരിച്ചാണ്, അതിൻ്റെ കർവ്സിനൊക്കെ അനുസരിച്ചാണ് ക്ലാസ് 1 ഗ്രേഡ് 1 ഹിൽ ട്രാക്സും ഗ്രേഡ് 2 ഹിൽ ട്രാക്സും. ഈ ഹിൽ ട്രാക്സ് നമ്മുടെ യാത്രയിൽ എവിടെയെങ്കിലും വരികയാണെങ്കിൽ, അതല്ലെങ്കിൽ ഹോൾട്ടിൽ വരികയാണെങ്കിൽ, ആ പ്രദേശത്ത് ഹോൾട്ടാണെങ്കിൽ ഹോൾട്ട്, യാത്രയാണെങ്കിൽ യാത്ര, ആ പ്രദേശത്ത് നമുക്ക് എന്താണോ യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടിയിരുന്നത് അതിനേക്കാൾ ചെറിയൊരു പേഴ്സൻറ്റേജ് കൂടുതൽ കിട്ടും. ഇപ്പം നമ്മൾ യാത്ര സംബന്ധിച്ച് പറയാം. നമ്മൾ യാത്ര ചെയ്യുന്നതിൽ ഒരു 100 കിലോമീറ്റർ 150 കിലോമീറ്റർ നമ്മളൊരു ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെ യാത്ര ചെയ്യുന്നതിൽ ഒരു 50 കിലോമീറ്റർ ഗ്രേഡ് 1 ഹിൽ ട്രാക്കാണ്. നമ്മൾ യാത്ര ചെയ്യണം, ബൈ റോഡ് യാത്ര ചെയ്യുകയാണ്. ഒരു 50 കിലോമീറ്റർ ഹിൽ ട്രാക്കാണ്. ഈ 50 കിലോമീറ്റർ ഹിൽ ട്രാക്കിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ റോഡ് മൈലേജ് 2.5 പെർ കിലോമീറ്റർ ആണ്. അപ്പോൾ 50 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ 50 ഇൻറ്റു 2.5 2.5 50 ഇൻറ്റു 2.5 125 രൂപ ആണ് ആ 50 കിലോമീറ്റർ. എൻ്റയർ 150 കിലോമീറ്ററിനല്ല, അതിൽ കാണുന്ന ഈ ഹിൽ ട്രാക്കിലൂടെയുള്ള യാത്രയ്ക്ക് 125 രൂപയാണ് നമുക്ക് നോർമൽ റോഡാണെങ്കിൽ ആ ഡിസ്റ്റൻസിന് കിട്ടുക. ഇതിപ്പോൾ ഒരു ക്ലാസ് 1 ഹിൽ ട്രാക്ക് ആവുകൊണ്ട് ആ 125ൻ്റെ 25% കൂടി എക്സ്ട്രാ കിട്ടും. 125 രൂപയുടെ 25% എക്സ്ട്രാ നമുക്ക് മൈലേജ് അലവൻസായി കിട്ടും. എങ്ങനെയാണെങ്കിൽ ക്ലാസ് 1 ഹിൽ ട്രാക്ക് ആണെങ്കിൽ. ഇനി ഇത് ക്ലാസ് 2 ഹിൽ ട്രാക്ക് ആണെന്ന് നിൽക്കുക. 50 കിലോമീറ്റർ ക്ലാസ് 1 ഹിൽ ട്രാക്കും 50 കിലോമീറ്റർ ഇനി ക്ലാസ് 2 ഹിൽ ട്രാക്കിലൂടെയും പോകുന്നുണ്ടായിരിക്കാം. ക്ലാസ് 2 ഹിൽ ട്രാക്ക് ആണെങ്കിൽ യഥാർത്ഥ
റോഡ് മൈലേജിൻ്റെ 12.5% ആണ് അവിടെ എക്സ്ട്രാ കിട്ടുക. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതണം. ചിലപ്പോൾ കാൽക്കുലേഷൻ വേണ്ടി വരില്ല. എത്രയാണ് കിട്ടുക എന്ന് ചോദിക്കും. ഗ്രേഡ് 1 ഹിൽ ട്രാക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദ ഓഫീസേഴ്സ് ആർ എലിജിബിൾ ഫോർ എൻ അഡീഷണൽ MA ഓഫ് ദിസ് മച്ച് എന്ന് പറഞ്ഞാൽ 25% ആണ്. ആൻഡ് ഇഫ് എൻ ഓഫീസർ ഈസ് ട്രാവലിംഗ് ത്രൂ ക്ലാസ് 2 ഹിൽ ട്രാക്ക് ദ അഡീഷണൽ MA ഈസ് 12.5%. ഒറിജിനലി അദ്ദേഹത്തിന് അതേ ഡിസ്റ്റൻസ് പ്ലെയിൻ സർഫസിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ എന്താണോ കിട്ടുക അതിൻ്റെ 12.5% എക്സ്ട്രാ കിട്ടും. എങ്ങനെയാണെങ്കിൽ ഇഫ് ദ ജേർണി ഈസ് ത്രൂ ക്ലാസ് 2 ഹിൽ ട്രാക്സ് ആൻഡ് ഇഫ് ദ ജേർണി ഈസ് ത്രൂ ക്ലാസ് 1 ഹിൽ ട്രാക്ക് ദ അഡീഷണൽ MA ഈസ് എൻഹൻസ്ഡ് ബൈ 25%. അതാണ് DAയുടെ മറ്റൊരു പോയിന്റ്. ഹിൽ ട്രാക്കും DAയും. DA അല്ല MA. ഹോൾട്ട് വരുമ്പോൾ അവിടെ ഇതുപോലെ 25% MA കിട്ടും, 20% DA കിട്ടും. ക്ലാസ് 1 ഹിൽ ട്രാക്ക് അവിടെ ഉള്ള ആൾട്ടിറ്റ്യൂഡിലാണ് നിങ്ങൾ ഹോൾട്ട് ചെയ്യുന്നതെങ്കിൽ, അല്ല എന്നുണ്ടെങ്കിൽ അതാണ് MAയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഹിൽ ട്രാക്കും MAയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതിൽ നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കടന്നുകൊണ്ടിരിക്കുകയാണ്. എലിജിബിലിറ്റി ഓഫ് ഓട്ടോറിക്ഷ ഓർ ടാക്സി. ആർക്കാണ് അതിന് ഏത് കണ്ടീഷനിലാണ് നമുക്ക് ടാക്സി വിളിക്കാൻ പറ്റുക, ഒരു റെൻറ്റഡ് കാർ വിളിക്കാൻ പറ്റുക, അതല്ലെങ്കിൽ നമുക്ക് ഓട്ടോറിക്ഷ വിളിക്കാൻ പറ്റുക? അത് ഇങ്ങനെയാണ്. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കോ ബസ് സ്റ്റാൻഡിലേക്കോ എയർപോർട്ടിലേക്കോ 8 കിലോമീറ്ററിൽ കുറവാണ് ദൂരം എന്നുണ്ടെങ്കിൽ, 6 കിലോമീറ്ററേ ഉള്ളൂ, അല്ലെങ്കിൽ 7 കിലോമീറ്ററേ ഉള്ളൂ, 5 കിലോമീറ്ററേ ഉള്ളൂ, കുറവാണ് ദൂരം എന്നുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ക്ലാസ് 1 ഓഫീസേഴ്സിന് എന്ത് വിളിക്കാം? റെൻറ്റഡ് കാർ വിളിക്കാം. ക്ലാസ് 1 ഓഫീസേഴ്സിന്. ഗ്രേഡ് 1 ഓഫീസേഴ്സിന് റെൻറ്റഡ് കാറിൽ പോവാം. ബാക്കി എല്ലാവർക്കും ഓട്ടോറിക്ഷ വിളിച്ച് പോവാം. അപ്പോൾ ഓട്ടോറിക്ഷ എലിജിബിലിറ്റി ക്ലാസ് 2, 3 and 4 ഓഫീസേഴ്സിനാണ്. എപ്പോൾ? വെൻ ദ റെയിൽവേ സ്റ്റേഷൻ ഓർ ദ ബസ് സ്റ്റാൻഡ് ഈസ് സിറ്റുവേറ്റഡ് വിത്തിൻ 8 കിലോമീറ്റേഴ്സ്. മോർ ദാൻ ഡിസ്റ്റൻസ് ഓഫ് 8 കിലോമീറ്റർ അല്ല, വിത്തിൻ മോർ ദാൻ 8 കിലോമീറ്റർ ആണെങ്കിലോ അത് ബസ്സിൽ പോകണം. 8 കിലോമീറ്ററിൽ അപ്പുറം ഉണ്ടെങ്കിൽ അത് ബസ്സിൽ പോകണം. 8 കിലോമീറ്റർ അകത്താണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോവാം. അത് ക്ലാസ് 1 ഓഫീസേഴ്സ് ആണെങ്കിൽ ഓട്ടോറിക്ഷ ആക്കണ്ട, ടാക്സി തന്നെ ആക്കാം. ഗ്രേഡ് 1 ഓഫീസേഴ്സ് ആണെങ്കിൽ അവർക്ക് കോസ്മോപൊളിറ്റൻ സിറ്റീസിലൂടെ യാത്ര ചെയ്യേണ്ടി വരികയാണെങ്കിൽ സിറ്റി റൈഡിന് മാത്രം അവർക്ക് റെൻറ്റഡ് കാർ, അവർക്ക് കാർ ഹയർ ചെയ്യാം. ഗ്രേഡ് 1 ഓഫീസേഴ്സിന് കോസ്മോപൊളിറ്റൻ സിറ്റീസിലൂടെ പോവുകയാണെങ്കിൽ അവർക്ക് റെൻറ്റഡ് കാറ് ഹയർ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ DAയുമായി ബന്ധപ്പെട്ട് DAയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയുണ്ട് സ്പെഷ്യൽ കണ്ടീഷൻ TA, ട്രാൻസ്ഫർ TA. ആ 2 പോർഷൻ കൂടി കഴിഞ്ഞാൽ TA എന്നുള്ള ഭാഗം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഇത്രയാണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.